ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. സെപ്റ്റംബർ 20 അതായത് ഈ വരുന്ന ശനിയാഴ്ച നടക്കുന്ന LGS ലെവലിലുള്ള എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം ആ 5 ചോദ്യങ്ങൾക്കും എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യണം. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലാത്തതേത്? ഓപ്ഷൻ ബി ജപ്പാൻ. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. 2020 ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം? ഓപ്ഷൻ സി ടോക്കിയോ. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം പാരീസാണ്. ഇനി 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം പാരീസ് ആയിരുന്നു. ഇനി 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം? ഓപ്ഷൻ എ ആന. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം? ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ ബി സോജില. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം? ഓപ്ഷൻ സി പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂർ. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം? ഓപ്ഷൻ എ 28. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. റബ്ബറിൻ്റെ ജന്മദേശം? ഓപ്ഷൻ ബി ബ്രസീൽ. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി? ഓപ്ഷൻ ഡി ലൂയി 16. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16. മണ്ണിനെക്കുറിച്ചുള്ള പഠനം? ഓപ്ഷൻ എ പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഓപ്ഷൻ സി ഇന്ത്യയും ചൈനയും. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ലോകസഭയിൽ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിൽ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ? ഓപ്ഷൻ ബി അമർത്യാസെൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ അമർത്യാസെൻ. പുതിയ UN സെക്രട്ടറി ജനറൽ? ഓപ്ഷൻ സി ആന്റോണിയോ ഗുട്ടറസ്. പുതിയ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ചൈന. കറുപ്പ് വ്യാപാരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈന. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ഓപ്ഷൻ ബി ടാഗോർ. ഗീതാഞ്ജലി ആരുടെ രചനയാണ്? ടാഗോറിൻ്റെ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം? ഓപ്ഷൻ എ CO2. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ രാസസൂത്രം CO2. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി?
വീണ ജോർജ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഓപ്ഷൻ ഡി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഓപ്ഷൻ സി 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഓപ്ഷൻ ബി സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യൻ. താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഓപ്ഷൻ എ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. കാൽബൈശാഖി എന്നത് ഓപ്ഷൻ സി മഴ. കാൽബൈശാഖി എന്നത് മഴയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ എ എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. ചാമ്പ്യൻസ് ട്രോഫി 2017 വിജയ് ഓപ്ഷൻ ബി പാകിസ്ഥാൻ. കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് ഓപ്ഷൻ എ പ്രധാനമന്ത്രി. നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ടാഗോർ. നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് ടാഗോർ. ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് ഓപ്ഷൻ സി മികച്ച പരിശീലകന്. ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് മികച്ച പരിശീലകന്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ? ഓപ്ഷൻ ഡി 10. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോൾ? 10 വർഷം കൂടുമ്പോൾ. മലയാള ഭാഷയുടെ പിതാവ് ഓപ്ഷൻ സി തുഞ്ചത്ത് എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം. ജൂൺ 2 വെള്ളിയാഴ്ചയാണെങ്കിൽ ജൂൺ 29 ഏത് ദിവസമായിരിക്കും? ഓപ്ഷൻ സി വ്യാഴം. ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ പെരിയാർ. ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? പെരിയാറിൻ്റെ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി PT ഉഷ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓപ്ഷൻ ഡി O പോസിറ്റീവ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി എറണാകുളം. കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഓപ്ഷൻ എ 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്. ലോക പരിസ്ഥിതി ദിനം ഓപ്ഷൻ എ ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ
പി സതീദേവിയാണ്. പി സതീദേവി. ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ബാഡ്മിൻ്റൺ. HS പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി ഭാഗം 4A. മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഭാഗം 4A. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? ഓപ്ഷൻ സി തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്? ഓപ്ഷൻ ഡി അമേരിക്ക. നാസ ഏത് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഏജൻസിയാണ്? അമേരിക്ക. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ചെങ്കിസ് ഖാൻ. മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ് ഖാൻ. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത്? ഓപ്ഷൻ എ 1498. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് 1498. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം? ഓപ്ഷൻ സി ഓറഞ്ച്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഓപ്ഷൻ ബി ജപ്പാൻ. ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ജപ്പാന്റെ. കല്ലേൽ പൊക്കുടന്റെ ആത്മകഥ? ഓപ്ഷൻ ബി കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം. കല്ലേൽ പൊക്കുടന്റെ ആത്മകഥ കണ്ടൽ കാടുകളിലൂടെ എൻ്റെ ജീവിതം. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ എ വൈറസ്. എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് വൈറസ്. കേരളപ്പിറവി ദിനം? ഓപ്ഷൻ ബി നവംബർ 1. കേരളപ്പിറവി ദിനം നവംബർ 1. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏതു വസ്തു കൊണ്ടാണ്? ഓപ്ഷൻ ഡി ഡെൻറ്റെയിൻ. മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതു വസ്തു കൊണ്ടാണ്? ഡെൻറ്റെയിൻ. വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്? ഓപ്ഷൻ സി നിശാന്തത. വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം നിശാന്തത. സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത്? വിറ്റാമിൻ ഡി. ഛർദിയും വയറിളക്കവുമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏത്? ഓപ്ഷൻ ബി ORS ലായനി. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? ഓപ്ഷൻ ഡി കുരുമുളക്. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളകളാണ്? കുരുമുളക്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആലപ്പുഴ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴയിൽ. വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്? ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ 1974 ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ്? ഓപ്ഷൻ ഡി DNA. ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യവാഹകരാണ് DNA. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഓപ്ഷൻ എ ഊർജം. ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് താഴെ പറയുന്നവയിൽ ഏത് നൽകുന്നു? ഊർജം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ബി ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര് ന്യൂക്ലിയസ്. അലൂമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ സി ബോക്സൈറ്റ്. അലൂമിനിയത്തിന്റെ അയിര് ഏതെന്ന് കണ്ടെത്തുക? ബോക്സൈറ്റ്. ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി, അതുരുകും.
ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലിയേഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ഓപ്ഷൻ ബി ഗാലിയം. ഞാനതെൻ്റെ കയ്യിലെടുത്ത് പിടിച്ചാൽ മതി അതുരുകും. ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മെൻഡലിയേഫ് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത്? ഗാലിയം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ഡി സർ ഹംഫ്രി ഡേവി. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് 1806 കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഹംഫ്രി ഡേവി. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനോമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ജൂള്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള്. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? ഓപ്ഷൻ എ താപോർജ്ജം. ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് ഊർജ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു? താപോർജ്ജം. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത എത്ര? ഓപ്ഷൻ ഡി 340 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? ഓപ്ഷൻ സി മൂന്നാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ്? മൂന്നാം ചലന നിയമം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷമേത്? ഓപ്ഷൻ സി 2015. ഇനി 81 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ആണ്. മാത്സ് പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടന്ന എക്സാമിൻ്റെയും സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട്. പ്ലേലിസ്റ്റ് നോക്കി എല്ലാവരും അത് കണ്ട് പഠിക്കണം. പിന്നെ കമൻറ്റ് ബോക്സിലുള്ള 5 ചോദ്യങ്ങൾക്ക് എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം ക്ലാസ് കണ്ട ശേഷം കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്